ഹായ്. അപ്പം നമ്മുടെ ധ്രുവക്കുട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ വെൽക്കം ടു ധ്രുവ്സ് ഫുഡ് വേൾഡ്. ഞാനൊരു വെറൈറ്റി റെസിപ്പി ടൊമാറ്റോ ചിക്കൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പിയാണത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ധ്രുവ്സ് ഫുഡ് വേൾഡ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 650 grams ചിക്കൻ നന്നായി വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്ന കടായി എടുത്തു. അപ്പം എല്ലാവരും വിചാരിക്കുന്നത് ഇതെന്താ ഈ പെണ്ണ് ഇങ്ങനെ ചെയ്യണമെന്ന്, അടുപ്പത്ത് വെക്കാണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തു. സംഭവം നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കണേ. സാധാരണ ഒരു ചിക്കൻ കറി ഉണ്ടാക്കണവരല്ല നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണത്. ഈ പ്രാവശ്യം ഒന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യണത്. അപ്പോ ടൊമാറ്റോ ചിക്കനിലേക്ക് ഇനി ഞാൻ ടൊമാറ്റോ 2 കഷ്ണാക്കി ഇങ്ങനെ ഇടുകയാണ്. ഒരു തക്കാളി നടുമുറിച്ചിട്ട് 2 കഷ്ണാക്കിയിട്ട് ഇതുപോലെ ഇടുകയാണ്. നമ്മളങ്ങനെ ഒരു 3 തക്കാളിയാണ് ഇതിൽ ഇടുന്നത്. അല്ല, 2 നോർമലും ഒരെണ്ണം ഇത്തിരി വലിപ്പമുള്ളതുണ്ട്. അപ്പോൾ 4 തക്കാളി എടുക്കുന്നവർക്ക് എടുക്കാം, മാക്സിമം ഇത് മതി. ഇനി ഞാനിത് ഈ തക്കാളി ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ചു കൊടുക്കുക. ചില ഐറ്റംസ് ഒക്കെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ച് അതുപോലെ രസം ഉണ്ടാക്കുമ്പോൾ കൈ കൊണ്ട് ഉടച്ചിട്ടാണ് തക്കാളി മിക്സ് ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുകയാണ്. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റ് വരും. ഇത് നമ്മളിങ്ങനെ നാടൻ രുചിയൊക്കെ കൈപ്പുണ്യം ഇതൊക്കെ കിട്ടണമെങ്കിൽ കൈ കൊണ്ട് ഉടച്ചിട്ടുള്ള പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ, എന്തുണ്ടെങ്കിലും കൈ കൊണ്ട് ഉടച്ചിട്ടും. അതുപോലെ പ്രത്യേകിച്ച് ചില റെസിപ്പീസിലൊക്കെ അമ്മിയിൽ വെച്ച് അരച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു ഇതാണ് കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ളത് അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാണ്ട് നമ്മളിപ്പോൾ വേറെ ഇതിന് ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. സോ ഞാൻ കൈ കൊണ്ട് നന്നായി ഉടച്ചു കൊടുക്കുകയാണ്. വേറെ നല്ല നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ തന്നെ മിക്സിയിൽ അരയ്ക്കണതും നമ്മൾ കല്ലിൽ അരയ്ക്കണതും വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മളൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഏകദേശം ഞാൻ 650 ഗ്രാംസിനാണ് 3 തക്കാളി, ഒരു വലിയ തക്കാളി, അതായത് 4 തക്കാളി ഏകദേശം മീഡിയം ലെവലാണെങ്കിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടിയെടുക്കാം, തക്കാളിയുടെ എമൗണ്ട് ഒക്കെ. നമ്മൾ 4 തക്കാളി 500 ഗ്രാം ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണേ. ഞാൻ കൈ കഴുകിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ആഡ് ചെയ്യാം. ഞാനിതിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഏകദേശം ഒരു 100 ഗ്രാമിന് മേലെ ഉണ്ട്. സോ അത്യാവശ്യം നല്ലോണം ആഡ് ചെയ്യുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ ആഡ് ചെയ്യുന്നതാണ് തൈര്. തൈര് ഞാൻ ഏകദേശം കുറച്ച് ബാക്കിയുള്ളൂ, ഒരു 2 ടേബിൾ സ്പൂൺ ബാക്കിയുള്ളൂ. ഇങ്ങനെ ഒരു കപ്പിൽ ഞാൻ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി പൊടികളൊക്കെ ആഡ് ചെയ്യാം. മുളക് പൊടി എരിവിനനുസരിച്ച് ഞാൻ ഏകദേശം 2.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാൻ കളർ കിട്ടാൻ വേണ്ടി ഇതിൽ ചെറുതായിട്ട് കളർപ്പൊടി ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ കളർപ്പൊടി ആഡ് ചെയ്യുന്നില്ല, ഹെൽത്ത് കോൺഷ്യസ് കുറച്ചുള്ള കാരണം ഞാനിതിൽ കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല കളറും ഉണ്ടാവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് വേണ്ടത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ്. അത് ആവശ്യം ഇത് മതിയോ അല്ലേ? അപ്പോൾ ഒരു സ്പൂൺ ഏകദേശം സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ ഇത് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യും. ലാസ്റ്റ് നമ്മളൊരു മെയിൻ 2 ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്യും. അപ്പൊ അതോടുകൂടി നമ്മുടെ കറി റെഡിയായി. ഇനി ഇതിങ്ങനെ തന്നെ ഇതിലേക്ക് വേറൊരു സാധനം കൂടെ മറന്നു, ഞാൻ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം.
വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. ഒലീവ് ഓയിൽ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷെ ഒലീവ് ഓയിൽ ഇപ്പം എൻ്റെ അടുത്തില്ല. അത് കാരണം ഞാൻ സാധാരണ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. വെളിച്ചെണ്ണ ചേർക്കരുത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ല ഓയില്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ശരിയാവില്ലേ? വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒതന്റിക് ടേസ്റ്റ് പോകും. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമ്മളിങ്ങനെ മാഗ്നേറ്റ് ചെയ്യാൻ ഒന്നും എടുത്ത് വെക്കൊന്നും വേണ്ട. ഡയറക്റ്റ് ആയിട്ട് കൊണ്ടടുപ്പത്ത് തന്നെ വെക്കാം. ഞാനൊന്ന് ഹാൻഡ് വാഷ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. ടൊമാറ്റോ ചിക്കൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാവട്ടെ. വേറെ ലെവൽ ടേസ്റ്റാ. പിന്നെ ഇതിലിപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ചിക്കൻ കഴിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബട്ടർ ചിക്കന്റെ പോലെ തന്നെയായി. ഇനി ഇതിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ചിക്കന്റെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് അറിയാലോ വെള്ളം എപ്പോഴും ഇറങ്ങും. അത് കാരണം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ആവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഞാൻ അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാണ്. മല്ലിയില ഇങ്ങനെ ഇട്ടുമ്പോ അതിന്റെ ആ മല്ലിയിലയുടെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി. അപ്പൊ നന്നായി അത്യാവശ്യത്തിന് വെള്ളമായി കണ്ട ചിക്കനിൽ നിന്ന് നന്നായി വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നോ നീഡ് ഓഫ് ആഡിങ് നോ വാട്ടർ. സംഭവം അടിപൊളിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ വായിലിപ്പോൾ തന്നെ വെള്ളം ഊറി തുടങ്ങി. വേറൊരു പ്രത്യേക ടേസ്റ്റ്, വേറൊരു ലെവലാണിത്. നമുക്ക് അടച്ചു വയ്ക്കണം. നമുക്ക് അടച്ചു വയ്ക്കാം. മൂടി വെച്ചിട്ടുള്ള പ്ലേറ്റ് നമുക്ക് എടുക്കാം. ആഹാ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഓയിലൊക്കെ നന്നായി ഇങ്ങനെ വന്നിട്ടുണ്ട്. നല്ല ചാറ് പോലെ ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഓപ്പൺ ചെയ്ത് തന്നെ വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം ഞാൻ ചേർത്തു, മല്ലിയില. ഇനി നെക്സ്റ്റ് ചേർക്കാൻ പോണത് എന്താന്ന് വെയിറ്റ് ചെയ്ത് കാണാം. ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു ഞാനൊരു വേറൊരു സാധനം ആഡ് ചെയ്യണം. അതെന്താ? നാളികേരപ്പാലാണ്. വേറെ ഒന്നുമല്ല, നാളികേരപ്പാലാണ്. നാളികേരപ്പാല് ഞാൻ ഒരു ചെറിയ നാളികേരത്തിന്റെ അരമൂടി ചിരകി കട്ടിയായിട്ടുള്ള നാളികേരപ്പാൽ. നാളികേരപ്പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ ഒരു പിരിഞ്ഞ പോലെയാവും. അപ്പൊ അതൊന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നിങ്ങളുടെ ഡിഷ് റെഡി. നല്ല അടിപൊളി മണമാണ് വരുന്നത്. നല്ല സ്മെല്ല് വരണേ. തക്കാളി ഇങ്ങനെ ഇടണോണ്ടാന്ന് ഒരു പ്രത്യേക സ്മെല്ല്. സാധാരണ ഒരു ചിക്കൻ കറിയുടെ ആ ഒരു ഞാൻ ഗ്രേവി കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി. അത് സാധാരണ ചിക്കൻ കറി പോലെ അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അന്നത്തെക്കാളും ഒന്നുകൂടെ ഇതായിരിക്കും. ഇതായി ഉള്ളതെന്ന് തോന്നുന്നു. അടിപൊളിയുണ്ട്. എനിക്ക് സംഭവം അടിപൊളിയുണ്ട്. നാളികേരപ്പാലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ടൊമാറ്റോ ചിക്കൻ റെഡി ആയിരിക്കണു. അപ്പോൾ ഇനി വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്